السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് സ്ഥലത്താണ്. ഒന്ന് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മറ്റൊന്ന് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽ വെച്ചൊരു തോപ്പാണ്. ഇൽമ് കേൾക്കാൻ വേണ്ടി ആളുകൾ ഇരിക്കുന്ന സ്ഥലം മജ്ലിസുൽ ഇൽമ്, അല്ലെങ്കിൽ ഇൽമ് പറയാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം മജ്ലിസുൽ ഇൽമ് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഈ രണ്ട് സ്വർഗത്തോപ്പുകളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരം, മജ്ലിസുൽ ഇൽമും സ്വർഗത്തോപ്പാണ്, മാബൈന ഖബരി വ മിംബരിയും സ്വർഗത്തോപ്പാണ്. അപ്പൊ ഈ രണ്ട് സ്വർഗങ്ങൾ തമ്മിൽ എന്തായിരിക്കും ബന്ധം എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരം, യഥാർത്ഥത്തിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞ സ്ഥലവും ഇൽമിന്റെ സ്ഥലം തന്നെയായിരുന്നു എന്നാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാ കിറാമിന് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മുദരിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ. അത് വീട്ടിൽ നിന്ന് പള്ളിക്കും പള്ളിയിൽ നിന്ന് വീട്ടിൽക്കും നടന്ന സ്ഥലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അല്ലെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ, രണ്ടും ഒന്ന് തന്നെയാണ്. അവിടുന്ന് ഇങ്ങനെ പള്ളിക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വരിക, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോവുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുദരിസ് ഉലാത്തിയിരുന്ന ആ സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത്. പള്ളികളിൽ സ്വർഗമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് ദർസുള്ള പള്ളിയിലാണ് എന്ന് മറുപടി പറയേണ്ടി വരും. ഈ രണ്ട് ഹദീസും കൂടിയും ചേർത്ത് വെച്ചാൽ. ദീർഘമായ ഒരു സംസാരത്തിന് വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തല്ല. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇരുത്തി മദ്ഹ് ചെയ്യാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സയ്യിദുൽ ഉലമ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, പറയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ സവിസ്തരം നല്ല ഒരു പ്രഭാഷണം ഇവിടെ നടത്തിയിട്ടുണ്ട്. പറയേണ്ട എല്ലാ ഉലമാക്കളെയും ആലിമീങ്ങളെയൊക്കെ അതിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരൊറ്റ വാക്കിൽ അത് ഒരുക്കാണ്. വഹുവാബി സബഖിൻ ഹായിസുൻ തഫ്ളീല മുസ്തൗജിബുൻ സനാഇയൽ ജമീല എന്നുള്ളടത്ത് സൗകര്യത്തിന് സബക്കിന് നമുക്ക് ദർസ് നടത്താൻ വെക്കാം. അങ്ങനെ നമ്മൾ പറയലുണ്ടല്ലോ, ദർസിന് സബക്ക് എന്നും സബക്കിന് ദർസ് എന്നും പറയലുണ്ടല്ലോ. ആ ഒരു വാക്കിൽ ഞാനത് ഒതുക്കുകയാണ്. ഒരു വളരെ മഹത്തായ ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. ഇൽമിൻ്റെ അഹ്ലുകാരെ ആദ്യമായി ആദരിച്ചതായി ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മുത്തുനബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയണ ഒരു ഹദീസ് തന്നെ. കാലിൻ്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിരുന്നിട്ട് 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് കൃത്യമായ മറുപടി പറഞ്ഞപ്പോൾ ഒരു അംഗീകാരം നൽകിയിട്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പോകുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഖിയാമത്ത് എന്നേക്കാരം. പോകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഖിയാമത്ത് എന്നായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു മറുപടി, മൽ മസ്ഊലു അൻഹാ ബി ആലമ മിനസ്സായിലി, അതിനെപ്പറ്റി ചോദിച്ച ആളും
ചോദിക്കപ്പെട്ട ആളും ഒരേമാതിരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മാനുണ്ട്. അത് ഞമ്മക്ക് രണ്ടാക്കും അറിയില്ല എന്നും അതിനർത്ഥമുണ്ട്. അത് ഞമ്മക്ക് രണ്ടാക്കും മാത്രം അറിയണ ഒരു കാര്യമാണ്. ആൾക്കാരുടെ ഇടയിൽ കള്ളി പൊളിച്ചണ്ടെന്നും ഒരർത്ഥം അതിനുണ്ട്. ചോദിക്കപ്പെട്ട ആളും ചോദിച്ച ആളും ആ വിഷയത്തിൽ ഒരേമാതിരിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാക്കും മാത്രമേ ആ വിഷയത്തിൽ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല, അങ്ങനെ അർത്ഥം വെക്കാം. അല്ലെ നമുക്ക് രണ്ടാക്കും ആ വിഷയത്തിൽ ഒരേമാതിരിയാണ് വിവരം എന്ന് പറഞ്ഞാൽ രണ്ടാക്കും അറിയില്ല എന്നും അർത്ഥം വെക്കാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുമ്പോഴും രണ്ടാമത്തെ അർത്ഥമാണ് കൂടുതൽ ഫിറ്റാകുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരം നൽകി. ഈ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനെ പിന്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാച് ചെയ്യാറുള്ള വലിയൊരു പണിയാണ് എപ്പോഴും ആക്ഷേപിക്കുക എന്നുള്ളൊരു സ്വഭാവം. മൗലവിമാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, ആജ്യന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, നേതാക്കന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക. ഇങ്ങനൊരു പണി ശൈത്താൻ വല്ലാതെ ചെയ്യലുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ ശൈത്താൻ്റെ വലയപ്പെട്ടാൽ അങ്ങനെ പറയും, രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെയാണ്, ആജ്യന്മാരൊക്കെ നമ്മക്കറിയാലോ, മൗലവിമാരൊക്കെ കണക്കന്നെ എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഓനറിയണ ഒരു മൗല്യര് ചിലപ്പം കണക്കൈക്കാരം. എല്ലാ മൗല്യന്മാരും കണക്കാന്ന് പറഞ്ഞാൽ ആദം നബിയാണ് ഏറ്റവും വലിയ മൗല്യര്. ആജ്യന്മാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാൽ സയ്യിദ്നാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യത്തെ ആജ്യര്. രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാൽ 1,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് മഹാനായ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങളെ വളരെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൽമിനും ഇൽമിൻ്റെ അഹ്ലുകാർക്കും ഈ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാരക്കുന്ന ആൾക്കാരാണ്. മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി എല്ലാവരും ദ്വാരക്കലുണ്ട്. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ഈ മക്കള് ഉണ്ടാവണമെന്ന് ദ്വാരക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരാറുള്ള ഒരു ദുആ ബഹുമാനപ്പെട്ട സയ്യിദുനാ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയാണ്. കാഫഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആ ഓർമ്മയ്ക്ക് വരും. അനക്കെന്തിനാ കുട്ടി ഉണ്ടാകണേന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം കൽബക്ക് വരിക കുറെ സൂപ്പർ മാർക്കറ്റും കണ്ണടപ്പീടിയും ട്രാവൽസും കച്ചവടം റബ്ബർ എസ്റ്റേറ്റും തെങ്ങുളപ്പൊക്കെ ഉള്ളതല്ലേ, അതിനൊരു അനന്തരാവകാശിയെ വേണ്ടേന്നാണ്. അനന്തരാവകാശിയെ ചോദിച്ചതായി ഖുർആനിലുള്ളത് സക്കരിയ നബിയാണ്. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയാ. എന്നിൽ നിന്നും ആലി യഅഖൂബിൽ നിന്നും അനന്തരമെടുക്കുന്ന ഒരു അനന്തരാവകാശിയെ തരണേ എന്ന് സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം അമ്പിയാക്കൾക്ക് സ്വത്തിൽ അനന്തരാവകാശമില്ലാത്തവരാണ്. നഹ്നു മആശറൽ അംബിയാഇ ലാ നൂറസു എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് പുണ്യനബി പറഞ്ഞിരിക്കുന്നു. അമ്പിയാക്കളുടെ അനന്തരം എന്ന് പറയുന്നത് സ്വത്തിലല്ല, യഥാർത്ഥത്തിൽ ഒറ്റ നബിയും വഫാത്തായിട്ട് ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സാഹിബി. രാജ്യം ഭരിച്ചവരാണ് ദാവൂദുൻ നബി, പടയങ്കി നെയ്താ ജീവിതം യാ സാഹിബി. ഒരൊറ്റ നബിയും ലോകം ഭരിച്ച അമ്പിയാക്കളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഒരു നബിയും വഫാത്തായിട്ട് മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് പോലും
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഉപ്പാന്റെ ഓരി എന്നുള്ള നിലയിൽ കിട്ടാൻ മുതലുണ്ടായിട്ടില്ല. അമ്പിയാക്കൾ സ്വത്തിൽ അനന്തരമില്ല. അമ്പിയാക്കളുടെ അനന്തരം എന്ന് പറയുന്നത് ഇൽമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ ആണ്. ലക്ഷണമൊത്ത ആലിമീങ്ങൾ. ജിഫ്രി മുസ്തിഖോയ തങ്ങൾ പറഞ്ഞു, ആലിമീങ്ങളുടെ ലക്ഷണങ്ങൾ മഹാനവറുകൾ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി തിരിണവർക്ക് തിരിണ കോലത്തിൽ മഹാനവറുകൾ അത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന ആലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത്. അങ്ങനെ ആവാനാണ് നമ്മളൊരു ശ്രമം നടത്തേണ്ടത്. ഇൽമും ഇൽമിന്റെ അഹലുകാരും ഏതു കാലത്തും രക്ഷപ്പെടും. ഈ വഴിയിലേക്ക് ബന്ധപ്പെടുന്ന എല്ലാവരും രക്ഷപ്പെടും. ഞാൻ അല്പം തമാശ ചേർത്തിട്ട് പ്രസംഗിക്കുമ്പോ ഒരു കാര്യം പറയലുണ്ട്. ഈ ശവ്വാൽ മാസമായി കഴിഞ്ഞാല് ദർസുകളൊക്കെ തുറക്കണ സമയമാണ്. അങ്ങനെ ദർസൊക്കെ തുറക്കുന്ന സമയത്ത് പല സ്ഥലത്തേക്കും ക്ലാസ്സിന് വിളിക്കും. ദർസിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് 2 വാക്ക് പറയണം എന്ന് പറയും. അപ്പൊ ഞാനൊരു തമാശ കൂട്ടിച്ചൊരു കാര്യം പറയും. SSLC ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മാർക്കൊക്കെ കിട്ടി ഒരു 3 A+ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി അതിനോടാണ് ഖിയാസാക്കിങ്ങാണ്ട് കുട്ടികളെ നല്ലോണം പഠിക്കാൻ പറഞ്ഞേക്കണം. +1 +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ ആളായിക്കോട്ടെ. അല്ല, ഒരു 3 A+ ഒന്നും ഉണ്ടായില്ല, കഷ്ടിച്ചാണ്ട് കടന്നിട്ടുണ്ട് D+ ഒക്കെ ആയിട്ട് എന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അയിമ കെണിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, വേറെ എന്തേലും പണി നോക്കണം. അപ്പൊ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് എടുത്തിട്ട് അവിടെ കൊണ്ടാക്കാം. സൂപ്പർ മാർക്കറ്റ് കൊണ്ടാക്കിയാൽ ഒരു പ്രശ്നമുണ്ട്. ജൂനിയേഴ്സിന് ഏറ്റവും ഭാരമുള്ള ജോലികളൊക്കെ കൊടുക്കും മുതലാളിമാര്. ആദ്യം വരുന്ന ആൾക്കാണ് പഞ്ചാര ചാക്ക് ഏറ്റാനുള്ള ഡ്യൂട്ടിയൊക്കെ കൊടുക്കുക. കാരണം ഇതിന് പറ്റോ പറ്റൂലെന്നൊന്നും തീരുമാനമാണല്ലോ. അത് ഏത് വിഷയത്തിലുണ്ടാവും, പറ്റോ പറ്റൂലെന്ന് തീരുമാനാക്കും. അപ്പൊ ആദ്യം പഞ്ചാര ചാക്ക് ഏറ്റാനെ കൊടുക്കുമ്പോ പെരടി ഇങ്ങനെ കടഞ്ഞിട്ട് 4 ദിവസം നിന്നുകാണ്ട് വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഇന്നെക്കൊണ്ട് ഈ പരിപാടി നടക്കൂല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ട, അടുത്ത പരിപാടി കോഴിപ്പീടിയിൽ നിർത്തുക, അല്ലെങ്കിൽ മീൻ കച്ചവടത്തിനാക്കുക, അല്ലെങ്കിൽ ഇറച്ചി കച്ചവടത്തിനാക്കുക. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അമലാണ്. ഇറച്ചി കച്ചവടം, മീൻ കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അമലാണ്. നല്ല മട്ടത്തിൽ കൈകാര്യം ചെയ്താൽ മതി എന്നേ ഉള്ളൂ. ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആൾക്കാരും മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും കുട്ടികളെ കെട്ടിച്ചിട്ടോ പെരയേറ്റിട്ടോ കടം വരുത്താറില്ല എന്നതാണ്. നല്ലവർക്ക് ചെയ്തതാണെങ്കിൽ, നല്ല ബർക്കത്തുള്ള അമലാണ് നേരങ്ങത്ത് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇറച്ചിപ്പീടി കൊണ്ടാക്കുക, കോഴിപ്പീടിയില് 4 ദിവസമൊക്കെ ഇങ്ങനെ നിന്ന് ആ ഇറച്ചി ഇങ്ങനെ വെട്ടുമ്പോ മേത്തക്ക് ചോരൊക്കെ ഇങ്ങോട്ട് തെറിക്കും. 2 ദിവസം തിരക്കുണ്ടാവില്ല. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വാപ്പാട് വന്നിട്ട് ഇപ്പ അത് ശരിയാവില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ട, അടുത്ത പരിപാടി നോക്കുക. അടുത്ത പരിപാടി എന്താന്ന് ചോദിച്ചാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കലാണ് പിന്നത്തെ പരിപാടി. നല്ല അമലാണ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാല്. ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട കാടേരി ഉസ്താദിന് നിങ്ങൾ ഒരു സ്നേഹാദരമായിട്ട് ഖാദിയര് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഒരു ചാവി കൊടുത്തു. അത് പെരന്റെ ചാവിയല്ല, ഒരു കാറിന്റെ ചാവിയാണ്. ജീവിതത്തിന്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ സഹായകമാകുന്ന ഒരു വസ്തുവിനെയാണ് വാഹനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് വഴിദൂരം പിന്നിടാനുണ്ട്. വളരെ പ്രയാസകരമായ വഴിദൂരങ്ങളെ വേഗത്തിൽ മറികടക്കാൻ പറ്റുമെന്നതാണ് വാഹനത്തിന്റെ പ്രത്യേകത. ഒരു മനുഷ്യന് 2 തരം അംഗീകാരമാണ് കിട്ടാനുള്ളത് എന്നാണ് ലോകത്ത് കിട്ടാനുള്ളത്. പ്രത്യേകിച്ച് വിജ്ഞാനത്തിന്റെ അഹലുകാർക്ക് 2 അംഗീകാരങ്ങളാണ് കിട്ടാനുള്ളത്. ഒന്ന് റെമ്യൂണറേഷൻ എന്ന് പറയും, മറ്റൊന്ന് റെക്കഗ്നേഷൻ എന്ന് പറയും. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ആ കൊടുത്ത ചാവി. റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. 2ഉം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കൊടുത്ത സമ്മാനം വളരെ ഉഷാറായിട്ടുണ്ട്. ഞാൻ അതിനെ അതിരറ്റ് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനം ഓടിച്ചിരുന്നു. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും ഓടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മുസ്തഫ നബി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വാഹനമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നല്ല ഒരു ഹദിയയായിട്ടുണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന, നിങ്ങൾ നൽകിയിട്ടുള്ള സമ്മാനം, നിങ്ങൾ നൽകിയിട്ടുള്ള ഹദിയ എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ വെച്ചാല്, വർക്ക്ഷോപ്പ് കൊണ്ടാക്കുക. വർക്ക്ഷോപ്പ് കണ്ടാക്കിയ ഒരു പ്രശ്നമില്ല, മേത്ത് കരിയാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലർക്ക് പറ്റൂല.
മേത്ത് കരിയായാല് വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഇന്നെ കൊണ്ട് ആ പരിപാടി പറ്റും തോന്നുന്നില്ല, വേറെന്തേലും നോക്കാന്ന് പറഞ്ഞാല് അവസാനത്തെ പണി എന്നുള്ള നിലയില് ഓതാൻ കൊണ്ടാക്കുക ദർസില്. ഒരു കുഴപ്പമില്ല, ജിഫ്രി തങ്ങൾ പറഞ്ഞത് റെഡിയാണ്, ബുദ്ധിയുള്ളവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും മുമ്പന്തിയിലേക്ക് പോകുക. പക്ഷെ ബുദ്ധിയില്ലാത്തവർക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഒന്നിനും പറ്റൂല എന്ന് ബോധ്യപ്പെട്ടാൽ അവസാനം ദർസക്ക് ഓതാൻ കൊണ്ടാക്കാം. ഒരു 2 കൊല്ലം എങ്ങനാണ്ട് ഓതാൻ പോയി, വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയും തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നടന്ന് 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് റമദാനിലെ ലീവില് നാട്ടിൽ വന്നിട്ട് തറാവി നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടോ അങ്ങോട്ട് നീച്ചിന്നിട്ടോ ഒരു 2 വർത്താനാണ്ട് പറഞ്ഞാല് വലിയ വലിയ ആൾക്കാരൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് ഇരുന്ന് കേൾക്കാന്നല്ലാതെ വേറൊരു നിർവാഹം ഉണ്ടാവില്ല. ഒന്നിനും പറ്റൂല എന്ന് കരുതിയ ചെങ്ങായി ഈ തരത്തിലേക്ക് മാറിയതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഒരു രൂപത്തിൽ മാറ്റം ഉണ്ടായല്ലോ. 2 കാരണങ്ങളെ കൊണ്ടാണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം കിട്ടിയിട്ടുണ്ട് എന്നതാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, പള്ളിയിൽ കുറച്ച് കാരണവന്മാരുണ്ടാവും, കുറച്ച് പ്രായമായ ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത വളരെ പ്രധാനമാണ്. സംഗതി പള്ളിയിൽ 5 വക്തിനും വരുന്ന കുറച്ച് കാരണന്മാര് പിന്നെ ഹൗദെന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമുള്ളവരുണ്ടാവും, മുക്കിയില്ലെങ്കിലും പ്രശ്നമുള്ളവരുണ്ടാവും. ഹൗദെന്ന് വെള്ളം മുക്കി കാൽമക്കൂടെ പാർന്നാല് അള്ളാന്റെ പള്ളിയിലത്തെ ഹൗദത്തെ വെള്ളം മുഴുവൻ മുക്കി കാൽമക്കൂടി ഒഴിക്കുക പ്രശ്നമാവും. എന്നാ ഒരാൾ വെള്ളം പാരാതാണ് കയറിയാല് പടച്ചോന്റെ പള്ളിക്ക് കാലെഗാതെ കയറിയേ എന്ന പ്രശ്നമാവും. അപ്പൊ മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഓൽക്കൊരു കൽബുണ്ട്. ആ കൽബ് എന്താ വെച്ചാല് നന്നാവണം എന്ന കൽബാണ്. ആ കൽബാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്. സംഗതി കുറച്ച് വൈകിട്ടാണ് വിവേകം ഉണ്ടായിട്ടുള്ളതെങ്കിലും നന്നാവണം എന്ന് തീരുമാനിച്ചല്ലോ. ആ തീരുമാനം വന്നാൽ തന്നെ ഓ നല്ല മനുഷ്യനായി തീരും. അങ്ങനെ തീരുമാനമെടുത്ത, അതാണ് ഞാൻ സ്വാലിഹീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കുറച്ച് സ്വാലിഹീങ്ങളുടെ സഹവാസവും ഓലപ്പുള്ള ജമാഅത്തും ഓലപ്പുള്ള ഒരു ഹദ്ദാദും ഇങ്ങനെയുള്ള നല്ലവരുമായിട്ടുള്ളൊരു സഹവാസം കിട്ടുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനസ്സറിഞ്ഞു നൽകുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണം ഹലാലായാൽ പോരാ മനുഷ്യൻ നന്നാവാന്, ഭക്ഷണം തൊയ്യിബായിരിക്കണം. ഒരിക്കലും ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബാവണം. എല്ലാ ഹലാലുകളും തൊയ്യിബാവൂല. എല്ലാ തൊയ്യിബും ഹലാലായിരിക്കും. ഉമൂമ ഖുസൂസ് മിൻ വജ്ഹിയാണ്. എല്ലാ തൊയ്യിബും ഹലാലാണ്. പക്ഷെ എല്ലാ ഹലാലും തൊയ്യിബായിക്കോണമെന്നില്ല. കമ്മിറ്റിക്കാർ നിയമം പാസാക്കി മഹല്ലിലെ എല്ലാ പെരയിലും ചെലവ് തന്നേ പറ്റൂ, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ട് കൊണ്ടുവരാൻ പാടില്ല നിയമം പാസാക്കിയാൽ ചിലവർ ഇടങ്ങേറായിട്ട് എന്താ ഇപ്പൊ കാട്ടാന്നൊക്കെ വിചാരിച്ചു കണ്ട് കൊടുക്കും. സംഗതി അത് ഹലാലാണ്, പക്ഷെ തൊയ്യിബാവൂല. തൊയ്യിബാകണമെങ്കിൽ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടു തരുന്നതായിരിക്കണം. ഭാഗ്യം കൊണ്ട് മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, പള്ളി ദർസിൽ പഠിക്കുന്നവർ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടു തരുന്ന ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഭൗതികമായ ഏത് സ്ഥാപനത്തിൽ പോയാലും, ഏത് കോളേജിൽ പോയാലും, ഏത് സംവിധാനം ഉപയോഗപ്പെടുത്തിയാലും ഹറാമും ഹലാലും ഇടകലർന്ന ഭക്ഷണമല്ലാതെ കഴിക്കാൻ കഴിയില്ല. ഹലാലായ തൊയ്യിബായ മനസ്സറിഞ്ഞ് നൽകുന്ന അഭിമാനമുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ജീവിതത്തിലെ ഈ മാറ്റത്തിന്റെ ഒരു കാരണം. അതുകൊണ്ട് മോമിനിങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മളൊക്കെ തൊയ്യിബായ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്ന് സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഭക്ഷണം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുന്ന പ്രധാന ഘടകമാണ്. ഭയങ്കര ബുദ്ധിശക്തിയായിരുന്നു ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഭയങ്കര ബുദ്ധിശക്തി എന്ന് പറഞ്ഞാല് സാധാരണ നമ്മൾ പറഞ്ഞു വരുന്ന ചരിത്രം തന്നെ പറഞ്ഞാല് 7ാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. 10 ലക്ഷം ഹദീസുകൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഹിഫ്ള് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു ഹദീസാവൂല. ഒരു ഹദീസാണെങ്കിൽ കുറെ പണിയുണ്ട്. ഒരു ഹദീസിന്റെ ലഫ്ള് മുഴുവനായും പഠിച്ച് ആ ഹദീസിന്റെ സനദ് പഠിക്കണം. സനദിന്റെ ഇടയിൽ 10 പേരുണ്ടെങ്കിൽ ഒരു ഹദീസ് ഒരാൾക്ക് കിട്ടി, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പരയിൽ 10 ആളുകളുണ്ടെങ്കിൽ ആ 10 പേരുടെയും താരീഖ് പഠിക്കണം, ചരിത്രം പഠിക്കണം.
ഒരാളുടെ താരീഖ് പഠിക്കുക എന്ന് പറഞ്ഞാൽ 8 കാര്യങ്ങൾ പഠിച്ചാലേ ഒരാളുടെ ചരിത്രം പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാണ് ജനിച്ചത് എന്നറിയണം, എവിടെയാണ് ജനിച്ചത് എന്നറിയണം, വാപ്പാന്റെ പേരെന്താണെന്നറിയണം, ഉമ്മാന്റെ പേരെന്താണെന്നറിയണം, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയണം, എന്നാണ് മരണപ്പെട്ടത് എന്നറിയണം, എവിടെയാണ് മരണപ്പെട്ടിട്ടുള്ളതെന്നറിയണം, എവിടെയാണ് ഖബറടക്കം ചെയ്തിട്ടുള്ളത് എന്നറിയണം. ഒരു മനുഷ്യന്റെ ചരിത്രം പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 8 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പരയിലുള്ള എല്ലാ ആളുകളുടെയും ചരിത്രം പഠിച്ചിരിക്കണം. അപ്പോഴാണ് ഒരു ഹദീസ് പഠിച്ചു എന്ന് പറയാൻ പറ്റുക. അങ്ങനെ 10 ലക്ഷം ഹദീസുകൾ അൽമാറയിലുണ്ടായിരുന്നു എന്നല്ല, 10 ലക്ഷം ഹദീസുകൾ ഖൽബിലുണ്ടായിരുന്നു ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹുവിന്. 12ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണും. ഫിഖ്ഹിൽ മാത്രമല്ല, ഹദീസിൽ മാത്രമല്ല, തഫ്സീറിൽ മാത്രമല്ല, ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത എല്ലാ വിജ്ഞാന മേഖലയെയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വായത്തമാക്കിയിരുന്നു. ഷാഫി ഇമാമിനോട് ഒരിക്കൽ തന്റെ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങളുടെ ഈ ബുദ്ധിശക്തിയുടെ പിന്നിലെ രഹസ്യം എന്താണ്? ഇത്രയും വലിയ ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ടായതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ സയ്യിദുനാ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും വുളൂ ഇല്ലാതെ മുല തന്നിട്ടില്ല എന്നതാണ് എന്റെ ബുദ്ധിശക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു. ഭക്ഷണത്തിന്റെ ശുദ്ധിയാണ് മനുഷ്യന്റെ ശുദ്ധി എന്ന് പറയുന്നത്. പള്ളി ദർസിലെ മുതഅല്ലിമിനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം വീട്ടിൽ മനസ്സറിഞ്ഞ് തയ്യാർ ചെയ്യുന്ന തൃപ്തിപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നതാണ്. അതാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം. മനസ്സറിഞ്ഞ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുന്നു. അതന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകവും. അപ്പൊ ഒന്ന് സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം ഉണ്ടാകുന്നു, രണ്ടാമത്തേത് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. അതൊരു മനുഷ്യന്റെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തും. ദർസുകൾക്ക് എന്നും പ്രാധാന്യമുണ്ട്, ഏത് കാലത്തും പ്രാധാന്യമുണ്ട് ദർസുകൾക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ദീനീ രംഗത്ത് നേതൃത്വം നൽകുന്ന കെൽപ്പുള്ള ആളുകളെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അത് ദർസിന്റെ സന്തതികളാണ് എന്ന് കാണാൻ പറ്റും. 4 ആൾക്കാരുടെ ഇടയിൽ നീച്ചെന്നിട്ട് ചുളിയേറുന്ന വർത്താനം പറയണമെങ്കിൽ ദർസിന്റെ സന്തതികൾക്കാണ് ഏറ്റവും നന്നായി സാധ്യമാവുക. പിന്നെ ദർസ് കൂടെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദിന്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് നിക്കാഹിന്റെ പ്രശ്നം വരുമ്പോ, തൊലാഖിന്റെ പ്രശ്നം വരുമ്പോ, ഫസ്ഖിന്റെ പ്രശ്നം വരുമ്പോ ഉസ്താദ് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുള്ള അനുഭവജ്ഞാനം അത് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ആളുകൾക്കാണ് മഹല്ലത്ത് കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റുക. എത്ര എഴുതി പഠിച്ചാലും അനുഭവജ്ഞാനത്തിന്റെ ഒടുക്കെത്തൂല. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ഒരു മനുഷ്യൻ അനുഭവിച്ച് പഠിക്കുക എന്നതാണ്. ഈ അനുഭവം ദർസിലൂടെ വരുന്ന ആലിമീങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നു എന്നതാണ്. അവർ നേതൃപരമായ പങ്ക് വഹിക്കുന്നതിൽ പ്രധാനികളായിത്തീരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് ദർസിന് എക്കാലവും പ്രാധാന്യമുണ്ട്. ദർസിന്റെ ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നുമുട്ടും. സുഫത്തിന്റെ അഹലുകാരെ മുന്നിൽ നിർത്തി, സുഫത്തിന്റെ അഹലുകാരെ വെച്ചുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചതാണ് ദർസിന്റെ ചരിത്രം. അവിടുന്ന് ഇങ്ങോട്ട് അമ്പിയാക്കൾ, അവിടുന്ന് ഇങ്ങോട്ട് സഹാബത്തിലൂടെ, താബിയങ്ങളിലൂടെ, തബഉ താബിയങ്ങളിലൂടെ ആ മഹത്തായ പാരമ്പര്യം ഇങ്ങനെ കൈമാറി കൈമാറി ഇന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കെടാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ സാധ്യമായി. ബഹുമാനപ്പെട്ട തങ്ങൾ മുതൽ ഒരുപാട് ആളുകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളെ കുറിച്ചും സയ്യിദന്മാരെ കുറിച്ചും നേതാക്കളെ കുറിച്ചും ഖാദിമാരെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഒരു നാട് മഹത്വമാവുക എന്ന് പറയുന്നത് ആ നാട്ടിലെ ആലിമീങ്ങളെ കൊണ്ട് തന്നെയാണ്. പലപ്പോഴും നാടിന്റെ പ്രാധാന്യം അത് തന്നെയാണ്. ഇൽമിന്റെ ആളുകൾക്ക് പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. പൊന്നാനിയുടെ പ്രത്യേകത എന്താ? ഇൽമിന്റെ അഹലുകാർക്ക് പ്രാധാന്യമുള്ള നാടാണ് എന്നതാണ് പൊന്നാനിയുടെ പ്രത്യേകത. മഅബറിന്റെ പ്രത്യേകത എന്താ? ഇൽമിന്റെ അഹലുകാർക്ക് പ്രാധാന്യം നൽകിയ നാടാണ് മഅബർ എന്നതാണ് അതിന്റെ. മദീനയുടെ പ്രത്യേകത എന്താ? സയ്യിദുനാ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പോലത്തെ
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പോലത്തെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ദർസിന് വളരെ പ്രാധാന്യം നൽകി പോന്നിരുന്ന ഒരു നാടാണ് മദീന. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ഹബീബുനാ റസൂലുള്ളാഹി ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൽമിന്റെ മേലെ പോണ ഒരു കാര്യമില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ച ആളുകൾ ചെന്ന് ഇൽമിനെ കുറിച്ച് 10 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അർത്ഥശങ്കക്കിടയില്ലാത്ത തരത്തിൽ 10 മറുപടികളാണ് മദീനത്തുൽ ഇൽമി എന്ന് വിശേഷിപ്പിച്ച സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാളത്തെ സമൂഹത്തിന് നേതൃത്വം നൽകാനുള്ളവരാണ് ഉലമാക്കൾ എന്ന ബോധത്തോടുകൂടെ ഉലമാക്കളോട് ആളുകളും പെരുമാറേണ്ടതുണ്ട്, ഉലമാക്കളും അത് മനസ്സിലാക്കി തന്നെ പെരുമാറേണ്ടതുണ്ട്. നാളത്തെ സമൂഹത്തിന് നേതൃത്വം നൽകാനുള്ള മാതൃകായോഗ്യന്മാരായ പുരുഷന്മാരായി നമുക്ക് മാറാൻ കഴിയണം. അതിന് ഇത്തിബാഇനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇത്തിബാ എന്ന് പറയുന്നതും ഇത്വാഅത്ത് എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടാണ്. ഇത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണയാണ്, ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരണമാണ്. അനുസരിച്ചാൽ പോരാ, അനുകരിക്കണം. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് അതിന്റെ പിന്നിലെ ഹിക്മത്ത് എന്ന് ആലോചിച്ച് മനസ്സിലാക്കി പിൻപറ്റുന്നതാണ് ഈ ത്വാഅത്ത്, അനുസരണം. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞാൽ അതേമാതിരിയാണ് കേൾക്കുക, അതിന്റെ പേരാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വാപ്പാനെ കൊണ്ട് അറിയപ്പെട്ട മക്കളും ചരിത്രത്തിലുണ്ടാവും, മക്കളെ കൊണ്ട് അറിയപ്പെട്ട വാപ്പാരും ചരിത്രത്തിലുണ്ടാവും, വാപ്പി മക്കളും അറിയപ്പെട്ടവരായതും ചരിത്രത്തിലുണ്ട്. അബൂ ഖുഹാഫ എന്ന പേരായ ഉസ്മാൻ എന്ന് പറയുന്ന ആള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന മകനെ കൊണ്ട് അറിയപ്പെട്ട ആളാണ്. അബൂ സാലിഹ് എന്ന പേരായ ആള് ഗൗസുൽ ആലം എന്ന മകനെ കൊണ്ട് അറിയപ്പെട്ട ആളാണ്. വാപ്പാനെ കൊണ്ടറിയപ്പെട്ട മക്കളുണ്ട്, വാപ്പി മകനും അറിയപ്പെട്ട ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പി മകനും അറിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. വാപ്പ ഒരു വലിയ സംഭവമാണ്, മകൻ അതിനേക്കാൾ വലിയൊരു സംഭവമാണ്. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ അബ്ദുല്ല എന്നവരെയും കൂട്ടിയിട്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ വന്നു. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, സഹാബത്തെ ഞങ്ങളോടൊരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ചോദിച്ചോളി പറഞ്ഞു. അതിൽ പറഞ്ഞു, കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ നേരം ആലോചിച്ചിട്ട് അല്ലാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞു. രണ്ടുകൊണ്ടും ആവട്ടത്, ഒന്നുകിൽ അവർക്ക് പെട്ടെന്ന് അതിന്റെ മറുപടി ദിഹിനിൽ തബാദുർ ആയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഹാബത്തിന്റെ ഒരു രീതി എന്താ വെച്ചാൽ എന്ത് ചോദിച്ചാലും അല്ലാഹു റസൂലു അലം എന്ന് പറയുന്ന ഒരു രീതിയാണ്, അതുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം. എന്തായാലും ഒരു പറഞ്ഞ മറുപടി അല്ലാഹു റസൂലുഹു അലം എന്ന മറുപടിയാണ്. സദസ് പിരിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഹപ്പാട് പറഞ്ഞു, എനിക്ക് അതിന്റെ മറുപടി അറിയായിരുന്നു, ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ ചോദിച്ചു, പൊന്നാന മനെ എന്തെടാ 4 ആളെ ഇടയിൽ ഇജ്ജതൊന്ന് പറയാഞ്ഞത്, വാപ്പാന്റെ കുട്ടി അത് അവിടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുപ്പായൊക്കെ ഒന്നുകൂടി നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായിരുന്നു. നമ്മളെ മലപ്പുറം ഭാഷയൊക്കെ മാറ്റിയതാണ് കേട്ടോ ഞാൻ ആ കഥ. അല്ല, എന്നാലല്ലേ നമ്മക്ക് ശരിക്കും തിരിയുള്ളൂ, അതുകൊണ്ടാണ് മാറ്റിയതാണ്. ഇജാതാണ്ട് പറഞ്ഞാല് 4 ആളെ ഇടയിൽ എന്റെ മോൻ 2 വർത്താനം പറഞ്ഞാ ഞാന് ഒന്നുകൂടി ഉഷാറായിട്ട് ഇരിക്കൂലേന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞപ്പാ, ഇന്റെ വാപ്പയായ ഇങ്ങള് ഉമർ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ മകനായ ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എല്ലാ മറുപടി എല്ലായിടത്തും പറയാനുള്ള ഒന്നല്ല, ചില മറുപടി ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ്. രസം എന്താ വെച്ചാല്, പിറ്റേന്ന് രാവിലെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോ മുത്തുനബിയോട് പറഞ്ഞു, പൊന്നാര നബിയെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചു? ഇന്നലെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ, കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയും. സംഗതി അത് ഈത്തപ്പനമരാണ് കേട്ടോ.
കൊമ്പും ചുളിയില്ലാത്തൊരു മരത്തിന്റെ പേര് പറയുന്നു പറഞ്ഞില്ലേ, ഞങ്ങളാർക്കും കിട്ടിയില്ല. അവസാനം നിങ്ങൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് പറഞ്ഞു. പോകുമ്പോ എന്റെ ചെറുക്കൻ എന്നോട് പറയാണ്, വാപ്പ എനിക്കത് അറിയായിരുന്നു. ഞാൻ ഓനോട് ചോദിച്ചു, എന്തേടാ അത് പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, എന്റെ വാപ്പ ഉമർ ഉത്തരം കിട്ടാതിരിക്കണോണ്ട് ഞാനത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒന്ന് ചിരിച്ചു. എന്താ ചിരിന്റെ അർത്ഥം? അങ്ങനെ തന്നെയാണ് ഉമ്മറെ വേണ്ടത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം. എല്ലായിടത്തും പറയാനുള്ളതല്ല. ഇത് വാസ്തവത്തിൽ ഒരു അദബ് പഠിപ്പിച്ചതാണ്. പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തോന്നിയാല് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദബ് പഠിപ്പിച്ചതാന്നാ തോന്നുക. സംഗതി അങ്ങനല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അദബ് പഠിപ്പിക്കുന്നത്. എല്ലായിടത്തും എല്ലാതും പറയാൻ പറ്റൂല. പറയേണ്ട സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യവും അറിയാനുള്ളതല്ല, അറിയണതൊക്കെ പറയാനുള്ളതുമല്ല. എല്ലാ വിഷയവും അറിയാനുള്ളതൊന്നല്ല. ചില കാര്യങ്ങൾ അറിയാതിരിക്കാനുള്ളതായിരിക്കും. അറിയുന്ന എല്ലാ വിഷയവും പറയാനുള്ളതുമല്ല. ചില വിഷയങ്ങൾ ചില സ്ഥലത്ത് പറയാതിരിക്കാനുള്ളതാണ്. ഏതാണ് പറയാനുള്ളത്, ഏതാണ് പറയാതിരിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം. ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കും അവന്റെ നാവുമ്മയിക്കാരെന്നാണ്. ആവശ്യമില്ലാത്തോടത്ത് ന്യായം പറയുമെന്നതാണ് ഇൽമിൽ പിശാച് സ്വാധീനിച്ചാൽ ഉണ്ടാകുക. ഒരു മനുഷ്യന്റെ വിവരത്തിൽ ശൈത്താൻ സ്വാധീനിച്ചാൽ, ലാനത്താക്കപ്പെട്ട ഇബ്ലീസിന് വലിയ വിവരം ഉണ്ടായിരുന്നു. ഭയങ്കര വിവരമായിരുന്നു ലാനത്തുല്ലാഹി അലൈഹി. ഭയങ്കര വിവരാ. ഓന്റെ വിവരം കേടുന്നു. വിവരം കേടുന്നപ്പോ എന്തുണ്ടായി? ഒരു ന്യായം പറഞ്ഞു. എന്തേ പറഞ്ഞ ന്യായം? ആദമിനെ മണ്ണുകൊണ്ടും ഇന്ന തീ കൊണ്ടും പടച്ചതല്ലേ. മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട സാധനം തീയല്ലേ. എന്ത് വർത്താനാ പടച്ചോനെ പറഞ്ഞത്? തീ കൊണ്ട് പടച്ച ഞാൻ മണ്ണുകൊണ്ട് പടച്ച ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയോ? ഇതാണ് ചോദ്യം. സംഗതിയിൽ മണ്ണിനേക്കാൾ ഒരുപാട് പ്രാധാന്യം തീയിനുണ്ട്. ഒരു സാധനം കേടെന്നാല് അത് മണ്ണോണ്ട് ശുദ്ധിയാക്കും. ചില സാധനങ്ങളൊക്കെ മണ്ണോണ്ടാ ശുദ്ധിയാക്കുക. വേറെ ചില സാധനം കേടെന്നാല് വെള്ളം കൊണ്ട് ശുദ്ധിയാക്കും. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ കേടെന്നാല് തീ കൊണ്ടാ ശുദ്ധിയാക്കുക. ഉദാഹരണം സ്വർണം. ബിക്കീരിൽ ബലായബ്ദു മിനത്തിബിരി ഹുസ്നുഹു വയബ്ദു നുഹാസുൻ നഹ്സി ഫീ കുല്ലി മിഹ്നതി. സ്വർണം ശുദ്ധിയാക്കൽ തീ കൊണ്ടാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നത് തീയാണ്. അപ്പൊ തീയിന് കുറെ പ്രാധാന്യമുണ്ട്. അഗ്നിശുദ്ധിയെയാണ് ഏറ്റവും വലിയ ശുദ്ധി എന്ന് പറയുന്നത്. അഗ്നിസ്ഫുടതയാർന്ന ശരീരം എന്ന് പറയും, അഗ്നിസ്ഫുടതയാർന്ന പ്രസംഗം എന്ന് പറയും, അഗ്നിസ്ഫുടതയാർന്ന മനസ്സ് എന്ന് പറയും. അപ്പൊ തീയിന് വളരെ പ്രാധാന്യമുണ്ട്. മണ്ണിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് എന്നുള്ള വിവരം പിശാചിലുണ്ടായിരുന്നു. ആ വിവരം പറയേണ്ട സ്ഥലത്തല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ അബദ്ധം. ഇൽമിൽ പിശാച് പിടികൂടിയാൽ അവന്റെ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല എന്നതാണ് സംഭവിക്കുക. ശൈത്താൻ പിടികൂടാത്ത വിവരം വേണം. ഈ നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാലും ലാറായ ഇൽമ് എന്ന് പറഞ്ഞാലും ഇൽമ് രണ്ടെണ്ണല്ല, ആള് രണ്ടെണ്ണാണ്. നാഫിയായ ഇൽമ് ഉപകാരപ്രദമായ വിവരം എന്ന് പറഞ്ഞാലും ലാറായ ഉപദ്രവമുള്ള വിവരം എന്ന് പറഞ്ഞാലും വിവരല്ല രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണാകുക. ചേകനൂര് നണ്ടൊരു ചെങ്ങായി ഉണ്ടായിരുന്നു. അയാള് കുറെ കാലം ഖുർആൻ പഠിച്ചപ്പോ നിക്കാരം 3 ഉള്ളൂ എന്നാ മൂപ്പർക്ക് കിട്ടിയത്. പഠിച്ചത് ഖുർആനല്ലാത്തതുകൊണ്ടല്ല പ്രശ്നം, ആള് ചേകനൂരായതാ പ്രശ്നം. നാഫിയായ ഇൽമ എന്ന് പറഞ്ഞാല് ആള് നാഫി അല്ലാതെയായാൽ അവന്റെ ഇൽമ നാഫി അല്ലാതെയാവും. ആള് ഉപകാരമുള്ള ആളാണെങ്കിൽ അവന്റെ എല്ലാ വിവരവും ഉപകാരമുള്ളതാവും. ഒരു ഉപകാരമുള്ള മനുഷ്യന് മൈക്ക് നേരാക്കാൻ പഠിഞ്ഞാൽ അതും നാഫിയായ ഇൽമാവും. ആള് നാഫിയായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് മൊബൈൽ നേരാക്കാനാണ് പഠിഞ്ഞതെന്ന് വെക്കുക, അതൊരു നാഫിയായ ഇൽമാണ്. ആള് ഉപദ്രവമുള്ള ആളാണെങ്കിൽ ഓൻ ഖുർആൻ ഹാഫിദായിട്ടും കാര്യം ഉണ്ടാവില്ല, അത് ഉപദ്രവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആള് നാഫിയാവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്ത് പഠിച്ചു, എന്തിന് പഠിച്ചു?
അപ്പൊ അതുകൊണ്ട് നാഫിയായ ആലിമാവണം, അതായത് നാഫിയായ മനുഷ്യന്റെ കൈകളിൽ ഇൽമ് എത്തിച്ചേരണം. ഇവിടെയാണ് നസബ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. നാഫിയായ ഇൽമ് നാഫിയായ മനുഷ്യന്റെ കയ്യിലെത്തണമെങ്കിൽ നസബ് വളരെ പ്രധാനപ്പെട്ടതാവും. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യാറുള്ളത് എന്ന വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് ആലിമീങ്ങളെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആലിമീങ്ങളെ പഠിച്ചിട്ടുണ്ട്. ഇൽമ് ജീവിതത്തിൽ സൂക്ഷ്മത വർദ്ധിക്കാനായിരിക്കണം, ഉള്ള സൂക്ഷ്മത നഷ്ടപ്പെടാനാകരുത്. ചില ഇൽമുകൾക്ക് അങ്ങനെ സംഭവിക്കും, ഉള്ള സൂക്ഷ്മത പോകും. ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറെ മൗലവിമാരുണ്ട്, കുറെ നാടന്മാരുണ്ട്. ബാങ്കും ഇക്കാമത്തും കൊടുക്കല്, നിസ്കരിക്കുമ്പോ ഫർദ് നിസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്താണ് എന്ന ഇൽമുണ്ടായത് ചിലപ്പം ബാങ്കും ഇക്കാമത്തും ഒഴിവാക്കാൻ കാരണമാവാറുണ്ട്. സംഗതി ഫർദ് നിസ്കരിക്കുമ്പോ ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ടാണ് നിസ്കരിച്ചേണ്ടത്. പക്ഷെ ബാങ്കും ഇക്കാമത്തും ഫർദ് നിസ്കരിക്കുമ്പോ ഒഴിവാക്കാനുള്ള കാരണം എന്തായത്? അത് സുന്നത്താന്നുള്ള ഇൽമാണായത്. അപ്പൊ നാഫിയാണോ ദാറായോ ഇൽമ്? ഇങ്ങനെയാണ് നമ്മൾ നാഫിയായ ഇൽമിനെയും ലാറായ ഇൽമിനെയും പരിശോധിക്കേണ്ടത്. ഏത് വിവരവും നാഫിയായ മനുഷ്യന്റെ കൈവശം കിട്ടിയാൽ അത് നാഫിയാവും, ലാറായ മനുഷ്യന്റെ കൈവശം കിട്ടിയാൽ ലാറാവും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, ഔലിയാക്കൾ, ആലിമീങ്ങൾ തുടങ്ങിയവരുടെ ജീവിതത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം. ഒരാളെ കണ്ടുപഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. കേട്ടുപഠിക്കുന്നതിനേക്കാൾ കണ്ടുപഠിക്കുന്നതാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് ആലിമീങ്ങളെ, ഉസ്താദന്മാരെ, ഗുരുവര്യന്മാരെ കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പകർത്തി മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാണോ? അങ്ങനെ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത മുഴുവൻ ആളുകളും വിജയിച്ചിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പലപ്പോഴും തന്റെ ഗുരുനാഥന്മാരെ കുറിച്ചും അവരുടെ ജീവിത ശൈലികളെ കുറിച്ചുമാണ് പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഗുരുനാഥന്മാരുടെ ജീവിത ശൈലി കണ്ടിട്ട് നമ്മൾ പഠിക്കണം. ഈ തൊട്ടടുത്ത കാലഘട്ടം വരെയും ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത്, എന്ത് പറഞ്ഞു എന്നല്ല. മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞത്. നമ്മളൊക്കെ ഈ തല മുളക്കണ ഈ കാലത്തിന്റെ മുന്നുള്ള അടുത്ത കാലം വരെയും ആര് പറഞ്ഞു എന്ന് നോക്കുമായിരുന്നു. അഹമ്മദ് കോയ ശാലിയാത്തി പറഞ്ഞതാണ് എന്ന് കേട്ടാല് എന്നാ പിന്നെ അതന്നെ ഇക്കാരം ശരി, ഞമ്മക്ക് വിവരമില്ലായിട്ട് ഇക്കാരം എന്ന് തീരുമാനിച്ചതാണ് അടുത്ത കാലം വരെ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിഞ്ഞാല് മഖ്ദൂം തങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്, നമ്മളെ വിവരം അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് തീരുമാനിക്കലാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ തലമുഴിച്ചപ്പോ ആര് പറഞ്ഞാലും വേണ്ടില്ല, എന്തേ പറഞ്ഞതെന്ന് നോക്കണോടത്തേക്ക് എത്തി. ഷാഫി ഇമാമ് പറഞ്ഞാല് അതിനേക്കാൾ വലിയ വിവരം ചിലപ്പോ ഞമ്മക്കുണ്ട് തോന്നുകയാണ്. ഷാഫി ഇമാമിന് എന്താ 10 ലക്ഷം ഹദീസ് എല്ലാം അറിയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനേക്കാൾ ഹദീസ് നമ്മക്കറിയാം എന്ന് ചിന്തിച്ചാൽ എന്താ കാട്ടപ്പയിന്? ഈ പഴയ കാലവും പുതിയ കാലവും ഒരു വ്യത്യാസമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയൊരു മുഹദ്ദിസാണ്, ഹദീസുകളെ ക്രോഡീകരിച്ച ഒരാളാണ്. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് ക്രോഡീകരിച്ച ഒരു രീതിയുണ്ട്, അത് വളരെ വിപുലമായ രീതിയാണ്. ഉദാഹരണമായിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചിട്ടുള്ളത് വളരെ വിശാലമാണ്. എങ്ങനെ വിശാലമായി ക്രോഡീകരിക്കുക? ആദ്യം ഇങ്ങനെ വുളൂനെ പറ്റി പറയും. വുളൂഇന്റെ ഫർളുകൾ 1 നിയ്യത്ത്, അത് ഈ ഹദീസാണ്. പിന്നെ അങ്ങനെ നിസ്കാരത്തെ പറ്റി പറയും. നിസ്കാരത്തിന്റെ ഫർളുകൾ 14, 1 നിയ്യത്ത്, അപ്പോഴും ഈ ഹദീസാണ്. ഈ ഹദീസ് എവിടെയെല്ലാം വെക്കാൻ പറ്റുമോ അവിടെയെല്ലാം വെച്ചുകൊണ്ടുള്ള വിശാലമായ ക്രോഡീകരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു നടത്തിയത്. അങ്ങനെ തന്നെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടത്തിയത്. അങ്ങനെ തന്നെയാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നടത്തിയത്. അങ്ങനെ തന്നെയാണ് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ തോന്നുകയാണ്, ഷാഫി ഇമാമ് പറഞ്ഞില്ലേ എനിക്ക് കിട്ടാത്ത ഏതെങ്കിലും ഹദീസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞമ്മക്ക് പുതിയൊരു ഹദീസ് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ. അത് ഈ 10,01,000 കിട്ടിയാലാണ് ഈ പറഞ്ഞത്. 10 ലക്ഷം മൂപ്പർക്ക് കിട്ടിയതാണ്, അത് എവിടുന്നാ കിട്ടുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ഞാൻ എന്തേ പറഞ്ഞാല് അടുത്ത കാലഘട്ടം വരെയും എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു.
അത് സഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട്. സഹാബത്ത് പല വിഷയത്തിലും തർക്കമുണ്ടാവും. തർക്കമുണ്ടായാൽ മുത്തുനബിയുടെ അടുക്കൽ ചെല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ചോദിക്കും. അള്ളാന്റെ റസൂൽ ഒരു തീരുമാനമാണ് പറഞ്ഞാൽ ആ തീരുമാനത്തിൽ അവരണ്ട് ഉറക്കും. അത് കഴിഞ്ഞിട്ട് സഹാബത്തിന്റെ ഇടയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. മഹാനവർകൾ ആദ്യമായി ചെയ്ത ഒരു പ്രവർത്തനം ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സൈന്യത്തെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചെയ്ത പരിപാടി സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ അതിർത്തിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള സംഘത്തെ, യുദ്ധസംഘത്തെ പറഞ്ഞയക്കലാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സഹാബത്തിൽ നിന്ന് ചിലർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ സമയത്ത് ഇപ്പൊ ഒരു യുദ്ധം വേണോ എന്ന ഒരു തോന്നൽ, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ എന്ന് തോന്നി. കാരണം നബി തങ്ങളിപ്പോ വഫാത്തായിട്ടുള്ളൂ. അതിർത്തിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ നിലവിലില്ല. സെയ്ദ് ഇബ്നു ഹാരിസ ആണെങ്കിൽ ചെറിയ കുട്ടിയാണ്, നന്ന ചെറുതല്ല, എന്നാലും കൂട്ടത്തില് കുട്ടിയാണ്. യുദ്ധം ചെയ്ത് പരിചയമുള്ള അലി റളിയല്ലാഹു അൻഹുവിനോടുണ്ട്. അങ്ങനെ പ്രമുഖരായ ഒരുപാട് യോദ്ധാക്കൾ, ധീര കേസരികൾ ഉള്ള സമയത്ത് സൈന്യത്തെക്കൊന്ന് രണ്ടാമത് അലകും പിടിയൊക്കെ മാറ്റി ഒന്ന് ശരിയാക്കിയിട്ട് മുസ്തഫായ നബി തങ്ങൾ വഫാത്തായതിന് ശേഷം ആദ്യം നടത്തുന്ന ഒരു യുദ്ധല്ലേ, അത് തോറ്റാലാകെ പ്രശ്നാവൂലേ? അതുകൊണ്ട് കുറച്ച് നേതൃപാഠവും യുദ്ധത്തിൽ കഴിവുള്ളവർ ആരെങ്കിലും ഒരാളെ നേതൃസ്ഥാനത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ട് യുദ്ധസംഘത്തെ അയച്ചാൽ പോരെ എന്ന് സ്വഹാബത്തിന് തോന്നി. അതാദ്യം തോന്നിയത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ഈ തോന്നൽ ആദ്യം ഉണ്ടായത് ഉമർ ഖത്താബിനാണ്. കുറെ സഹാബത്തിന് അത് തോന്നി. അപ്പൊ പിന്നെ ആരാധന നബിനോ അത് സിദ്ദീഖ് തങ്ങളോട് പറയാ എന്നൊരു ചർച്ച. എല്ലാരും പറഞ്ഞു അത് ഉമർ ഖത്താബിനെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയാൻ വേണ്ടി സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ? അതും സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ. ചെറിയ കുട്ടിയല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് വലിയ ആൾക്കാരെ ആരെങ്കിലും നേതൃസ്ഥാനത്താക്കിയിട്ട് നമുക്ക് അതൊന്നുകൂടി അഴിച്ചു പണി എടുത്തിട്ട് ആക്കത്തിന് പോയാ പോരേ എന്ന് ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട് റളിയല്ലാഹു അൻഹു. അപ്പൊ പറഞ്ഞു, അതിർത്തിയിലേക്ക് സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ അവർ യുദ്ധത്തിനാണ്ട് തോറ്റു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ അങ്ങാടി ഇങ്ങനെ നിറഞ്ഞു കടന്നാലും അല്ലാഹുവിന്റെ റസൂൽ പോകണമെന്ന് പറഞ്ഞ സംഘത്തെ ഞാൻ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെയാണ് ഇന്ത്യ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാല് സ്വഹാബത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവനാൻ പിടിച്ച മുയലിന് 3 ചെവിയേറ്റ് നടക്കലല്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിലപാട് അതാണ്, ശരി അതാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അതന്നെ ഇന്ത്യൻ നിലപാട് പറഞ്ഞു. ഇങ്ങനെ നമുക്ക് സഹാബത്തിന് മുഴുവൻ എടുത്താൽ കിട്ടും. സഹാബത്ത് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് അങ്ങനെയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ എന്തെങ്കിലും തർക്കമുണ്ടായാൽ ഉമർ ഖത്താബിനോട് ചോദിക്കും. മൂപ്പരൊരു തീരുമാനം പറഞ്ഞാല് അതന്നെ തീരുമാനം നോക്കും. എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ ആര് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താബിയുടെ കാലഘട്ടം വന്നപ്പോ സയ്യിദു താബിഊനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, സയ്യിദു താബിഈനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ആലിമീങ്ങളോടൊക്കെ അങ്ങനെയാണ്. മഖ്ദൂം തങ്ങൾ എന്ത് പറഞ്ഞു നോക്കും, സയ്യിദുനാ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു നോക്കും, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു നോക്കും. ഇങ്ങനെ മഹത്തുക്കളായ ആളുകൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് പഴമക്കാരായ ആളുകൾക്കുണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ നമ്മളൊക്കെ വന്നതിന് ശേഷം നമുക്ക് അതിനേക്കാൾ വലിയ വിവരാണ് എന്ന് തോന്നിത്തുടങ്ങിയതാണ്. അതുകൊണ്ട് ആലിമീങ്ങൾക്ക്, ഇൽമിന്റെ അഹ്ലുകാർക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതി പഴയ കാലം മുതലുണ്ട്. മുസ്തഫായ നബി തങ്ങൾ മുതലുണ്ട്, സഹാബത്തിന്റെ കാലഘട്ടം മുതലുണ്ട്.
ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്ലാമിന് ചില പ്രത്യേകമായ അടിസ്ഥാനങ്ങളുണ്ട്. അത് ബഹുമാനത്തിൽ അസ്ഥിവാരമിട്ടതാണ് ശരീഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്. ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞത്. അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ഏത് വിഷയത്തെ പരിശോധിച്ചു നോക്കിയാലും ബഹുമാനത്തിന് ഈ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണാം. ബഹുമാനത്തിന് വലിയ പ്രാധാന്യമാണ്. വാപ്പാനെ എല്ലാരും ബഹുമാനിക്കണം. എന്തേ കാരണം? വാപ്പാനെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. ഉമ്മാനെ എല്ലാരും ബഹുമാനിക്കണം. എന്തേ കാരണം? ഉമ്മാനെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്. പള്ളിയെ എല്ലാവരും ബഹുമാനിക്കണം. എന്തേ കാരണം? പള്ളിയെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. ഉസ്താദിനെ എല്ലാവരും ബഹുമാനിക്കണം. എന്തേ കാരണം? ഉസ്താദിനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. മുസാബ് ഖുർആനെ എല്ലാവരും ബഹുമാനിക്കണം. എന്തേ കാരണം? ഖുർആനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അദബ് കേടുകൾ കാണിക്കാതിരിക്കണം. പ്രത്യേകിച്ച് ആലിമീങ്ങൾ ഒരുപാട് വരികയും പോവുകയും പെരുമാറുകയും ചെയ്യുന്ന ഈ നാട് ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. യാതൊരു കാരണവശാലും അദബ് കേട് നമ്മിൽ നിന്നുണ്ടാവാതെ സൂക്ഷിക്കണം. ഒരുപാട് മുത്തഅല്ലിമീങ്ങളുടെ സദസ്സായതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരുപാട് നാട്ടുകാരുട്ടികൾ ഇതോടെ ദർസിൽ ഓതുന്നൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഗുരുവിനെ ആദരിക്കാത്ത മനുഷ്യന് 3 ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദിനെ ആദരിക്കാത്ത ആൾക്ക് 3 ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അയ്യുഹൽ വലദി എന്ന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിന്റെ ചട്ടയിൽ തന്നെ ഒരു ബൈത്ത് കാണും. ചട്ടമ തന്നെ ഒരു ബൈത്ത് കാണും. ഗുരുവിനെ ആദരിക്കുന്നതിനെ കുറിച്ച്, ഉസ്താദിനെ ആദരിക്കുന്നതിനെ കുറിച്ച് ഒരു ബൈത്ത് കാണും. ഒരു മനുഷ്യൻ ഗുരുവിനോട്, ഉസ്താദിനോട് വളരെ വലിയ ആദരവും ബഹുമാനവുമാണ് കാണിക്കേണ്ടത്. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഗുരുവിനെ നിസാരമാക്കിയവന് ഒരുപാട് വിപത്തുകൾ വരും. ഒന്നാമത്തെ വിപത്ത് അവന്റെ ആഖിബത്ത് കേടുവരുമെന്നതാണ്. ഗുരുവിനെ നിസാരമാക്കിയവന്റെ ആഖിബത്ത് കേടുവരും. വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. ദുനിയാവിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നത് ചുരുങ്ങിയ കാര്യങ്ങളാണ്. ഉമ്മാനെ നിസാരമാക്കിയവൻ, ഇമ്മാനെ മോശാക്കിയവൻ ദുനിയാവെന്ന് അനുഭവിച്ചിട്ടേ മരിച്ചു പോകുള്ളൂ. അനുഭവിക്കുന്നു മാത്രല്ല, ഓൻ അനുഭവിച്ച് 4 ആൾ അറിയും കൂടിയും ചെയ്യുന്നുള്ളതാണ്. ഗുരുവിനെ നിസാരമാക്കിയവൻ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടാണ് മരിച്ചു പോവുക. സക്കറാത്തിന്റെ ഹാലത്തിലാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ നിസാരമാക്കിയതിന്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയുക. قال النبي من خفف الاستاذ ثلاث بلوى قد بلت الميزا أولها نسيان ما تعلم منه وفوت الرزق سوء الخاتمة. قال النبي മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ, സലാസു മൽബാ ബൽവാ, 3 ബുദ്ധിമുട്ടുകൾ ഖദ് ബലത്തിൽ മീദ, വിദ്യാർത്ഥി നേരിടേണ്ടി വരും. അവ്വലുഹ, ഒന്നാമത്തേത്, നിസിയാനു മാ തഅല്ലമ മിന്നു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാണ്. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല. ഓനെന്നേക്കാരൻ ഫസ്റ്റ് ക്ലാസ്, ഓനെന്നേക്കാരൻ റാങ്ക്, ഓനെന്നേക്കാരൻ സ്വർണ്ണ മെഡല്. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ജീവിതത്തിൽ ഉപകാരമില്ലാതെ പോകലാണ്. ഇൽമിന്റെ മറവി പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. നിസ്യാനുൽ ഇൽമി എന്ന് പറഞ്ഞാൽ ആവശ്യ നേരത്തെ ഓർമ്മ വരാതിരിക്കലാണ്. അതാണ് നഫ്ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞത്. ഇൽമൊരാള് മറക്കുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യ സമയത്ത് ഉപകാരമില്ലാതെ പോകും. ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാകുന്ന 1-ാം വിപത്താണത്. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖ്, അന്നം മുട്ടും, ഒജീനം തടയപ്പെടും. ഓൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. എന്താന്നാവോ, നഷ്ടത്തോട് നഷ്ടാണ്, ഒരു കാരണം പിടുത്തം കിട്ടണില്ല എന്ന് പറയും. പിടുത്തം കിട്ടായൊന്നുമില്ല. 1-ാം ക്ലാസ്സിൽ അത് പഠിപ്പിച്ച ഉസ്താദിനെ തെരഞ്ഞു പോയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 ഉറുപ്പിക എടുത്താണ്ട് ദ്വാരപ്പിച്ചളാം. മരിച്ചിട്ടുണ്ടെങ്കിൽ കബറങ്ങം പോയിട്ട് ഒരു ഫാത്തിഹ ഓതിക്കളാ, സംഗതി ക്ലിയർ ആവും. ഗുരുവിനെ നിസ്സാരമാക്കിയവന് ഒജീനം തടയപ്പെടും. ഇത് മുത്തുനബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ജീവിതത്തിന്റെ വഴി തടയപ്പെടും. ഓൻ കുവൈത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, ഓൻ ഖത്തർ പോയിട്ടും കാര്യം ഉണ്ടാവില്ല, ബഹ്റൈന് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, എല്ലായിടത്തും കൂടിയും പോയിട്ടും കാര്യം ഉണ്ടാവില്ല. സംഗതി പോലെ ഇങ്ങനെ തന്നെ മടങ്ങി വരും. ജീവിതത്തിന്റെ വഴി റിസ്ക് എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്ന് മാത്രല്ല, റിസ്ക്കിലേക്ക് ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ സാധനവും റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണമല്ല, ഭക്ഷണത്തിനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക്. ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക് എന്ന് പറഞ്ഞത്. തൗഫീഖ് ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൌൺ നിറയെ അരി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അന്നും വെള്ളം ഇറങ്ങാതെ വാപ്പ 3 മാസമായി ആശുപത്രിയിലാന്ന് കുട്ടികൾ 4 ആളോട് പറയും എന്നതൊഴിച്ചാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഗോഡൌണത്തെ അരിയല്ല റിസ്ക് എന്ന് പറഞ്ഞത്. തിന്നാനുള്ള തൗഫീഖ് ആണെങ്കിൽ അത് സമയമാകുമ്പോ തൊള്ളേ കൂടി അങ്ങനെ പോകും. അതാണ് റിസ്ക് എന്ന് പറഞ്ഞത്. അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനെ തടയപ്പെടും. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമയാണ്, അന്ത്യം ചീത്തയായി മരിക്കുക എന്നതാണ്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആഖിബത്തിനെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി ജീവിക്കൽ. മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി മരിക്കുക എന്നത്. മുസ്ലിമായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെയാണ് ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞത്. എപ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നായി തീരാനാണ്. ഗുരുവിനെ ആദരിച്ചവന്റെ ആഖിബത്ത് നന്നാവും, ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ആഖിബത്ത് ചീത്തയാവും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തഅല്ലിമീങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ആലിമീങ്ങൾ ശ്രദ്ധിക്കണം, നാട്ടുകാർ ശ്രദ്ധിക്കണം. ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഗുരുനാഥന്മാരെ അനാദരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇൽമിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു നിയമത്താണ്. വലിയ വലിയ നിയമത്തുകൾ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഖൗഫുള്ളവരായി തീരണം. വലിയ നിയമത്തുകളെ കൊണ്ടാണ് പിശാച് ഭയങ്കരമായിട്ട് ജാമാക്കുക. വലിയ നിയമത്ത് വെച്ചിട്ടാണ് ഏറ്റവും നന്നായി ജാമാക്കുക. അതുകൊണ്ട് വലിയ നിയമത്തുകളെ നന്നായി സൂക്ഷിക്കണം. ഒരുപാട് ആലിമ്യങ്ങളുമായി, ഒരുപാട് ഔലിയാക്കൾ സ്വാലിഹ്യങ്ങളുമായി ഇടപഴകാനും കൂടിച്ചേരാനും അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാനും അവരുടെ ശിഷ്യന്മാരായി മാറാനും ഒക്കെ അവസരം ഉണ്ടായി എന്ന് പറഞ്ഞത് നമ്മൾ വളരെയധികം ഭയത്തോടു കൂടിയും കാണേണ്ടതാണ്. സന്തോഷം ഉണ്ടാവണം, ആ സന്തോഷത്തോടൊപ്പം വലിയ ഭയം ഉണ്ടായിരിക്കണം. കാരണം വലിയ വലിയ നിയമത്തുകളെ പിശാച് നന്നായിട്ട് ഉപയോഗിക്കും. ഒരിക്കൽ ഗൗസുൽ ആദമിന്റെ അടുത്ത് ശൈത്താൻ വന്നൊരു കഥ ഉണ്ട്. മഹാനായ സുൽത്താൻ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ദിവസം ശൈത്താൻ വന്നു. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, മുഹയ്യദ്ദീൻ ഷെയ്ഖ്, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, നിങ്ങൾ ഔലിയാക്കളുടെ നേതാവൊക്കെ അല്ലേ, നിങ്ങൾ ഭയങ്കര സംഗതിയാണ് എന്ന് പറഞ്ഞു. ഗൗസുൽ ആദമിന് വേഗം മനസ്സിലായി ഇത് പരിപാടി ശരിയല്ല, ഓ വന്ന് പറയണ വർത്താനം ക്ലിയർ അല്ല എന്ന് മനസ്സിലായപ്പോ പോടെ ശൈത്താൻ എവിടെ നിന്ന് പറഞ്ഞാണ്ട് ആട്ടി. ആ മൂപ്പര് വഷളായിട്ട് അവിടെ നിന്നാണ് പോയി. കുറച്ച് കഴിഞ്ഞേക്ക് വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മുഹ്യിദ്ദീൻ ഷെയ്ഖേ, ഞാൻ ഇത് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ സ്വീപ്പാക്കലുണ്ട്, നിങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സ്വീപ്പാക്കലുണ്ട്, അതിലും പെട്ടിയിലല്ലോ നിങ്ങള് എന്ന് പറഞ്ഞപ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, ഐഡിയ മനസ്സിലായി, പൊയ്ക്കപ്പെടുന്നു പറഞ്ഞു. നിങ്ങൾ സ്വീപ്പായില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് വരുന്നത് രണ്ടാമത് സ്വീപ്പാക്കലിനാണ്. അതുകൊണ്ട് വലിയ വലിയ നിഅമത്തുകൾ കിട്ടുമ്പോൾ ഒരുപാട് ആലിമീങ്ങളുമായി സഹവസിക്കാൻ അവസരം ഉണ്ടായി. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് വലിയ വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ സംഗതി വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ നല്ലോണം പേടിക്കും കൂടി വേണം, നല്ലോണം ഭയപ്പെടുകയും വേണം. വലിയ വലിയ നിഅമത്ത് വരുമ്പോഴാണ് അതിന്റെ കൂടെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരിക, വലിയ വലിയ അദബുകേടുകൾ വരിക. ശൈത്താൻ ഏറ്റവും നന്നായി വലവിരിക്കുക ഈമാൻ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്, ഈമാൻ കുറഞ്ഞവന് വേണ്ടിയിട്ടല്ല. ഇൽമ ഏറ്റവും കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിശാച് ഏറ്റവും നന്നായി വലവിരിക്കുക എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ശൈത്താനെ നമ്മൾ നന്നായിട്ട് ഭയപ്പെടണം, ഇലാഹിയായ മാർഗത്തിലേക്ക് പോകണം. ഈ കൂടലും ഈ പറയലും ആലിമീങ്ങളുമായുള്ള ഈ സഹവാസവും ഒക്കെ അതിന് നമുക്ക് പ്രചോദനമാകണം. സജ്ജനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതും അവരെ ഓർക്കുന്നതും അവരോട് സഹവസിക്കുന്നതും ഒക്കെ അവരോട് പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഓർക്കണം. അവരുടെ ജീവിതം കണ്ട് അതിന്റെ പ്രായോഗിക തലങ്ങളെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. മുത്തബിയുസുന്നയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയൊക്കെ പിൻപറ്റിയിരുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ ചരിത്രം കിട്ടിയാൽ മനസ്സിലാവും. ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ബിത്തീഖ് കിട്ടി. ബിത്തീഖിന് നമ്മളെ ബത്തക്ക എന്നർത്ഥം വെക്കുക, ഒരു ബത്തക്ക കിട്ടി.
കുറെ സമയം ആ ബത്തക്ക ഇങ്ങനെ കൈ പിടിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അത് വലതുവശത്തുള്ള ആൾക്ക് കൊടുത്തു. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹിബ്നു ഉമർ, നിങ്ങൾ എന്താ ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ബത്തക്ക തിന്നാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂല് ബത്തക്ക എങ്ങനെയാണ് മുറിച്ചത് എന്നെനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു സയ്യിദ്നാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ബത്തക്ക മുറിക്കണോടത്തൊക്കെ പത്രയൊക്കെ നോക്കണ്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. മഹത്തുക്കളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിന്റെ ഹിക്മത്തുകൾ പരിശോധിക്കാതെ പിന്തുടരുന്നതിനാണ് ഇത്തിബാ എന്ന് പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് അനുകരിക്കേണ്ടത്. എന്തിനാണെന്ന് ചോദ്യം ചെയ്യാതെ അനുകരിക്കണം. അങ്ങനെ നമ്മൾ സ്വാലിഹീങ്ങളെയും സുദ്ദീഖീങ്ങളെയും സ്വഹാബത്തിനെയും ഒക്കെ അനുകരിച്ചു പോരണം. ഈ അനുകരണത്തിൽ വലിയൊരു നിഅമത്തുണ്ട്, വലിയൊരു അനുഗ്രഹമുണ്ട്, ജീവിതത്തിന്റെ വലിയൊരു സലാമത്തുണ്ട് എന്ന കാര്യത്തെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവർ വലിയ അനുകരണത്തിന്റെ ആളുകളായിരുന്നു എന്ന് കാണാം. എല്ലാവരും ഗുരുവര്യന്മാരെ അങ്ങനെ അനുകരിച്ചു പോന്നിരുന്നു. ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ പറയണം, എന്നെ നിങ്ങൾ അനുകരിക്കണം എന്നെല്ലാ സമയത്തും പറയാറുണ്ടായിരുന്നു. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആലിമീങ്ങളെ പിൻപറ്റുക, സയ്യിദന്മാരെ പിൻപറ്റുക. വലിയ മഹത്വമേറിയ ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആലിമീങ്ങളെ മഹത്വപ്പെടുത്തുന്നതിലും അവരെ കുറിച്ച് പറയുന്നതിലും എല്ലാം വലിയ ഖൈറുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ, നന്മയുടെ വഴികളായി നമ്മൾ തിരിച്ചറിയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംഘടിപ്പിച്ച ഒരുപാട് ആളുകൾ, നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ, അവരുടെ ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് ഈ സംഗമം എന്ന് പറയുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് പൈസയും ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഭക്ഷണമുണ്ട്, ചീരിനി വിതരണം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, രണ്ട് പ്രധാനപ്പെട്ട സയ്യിദന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അനുഗ്രഹീതമായിട്ടുണ്ട്. എല്ലാവർക്കും അതിന്റെ എല്ലാ ബറക്കത്തുകളെയും അല്ലാഹു നൽകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطردا ولا محروما. اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم وقنا شر وساوس الشيطان. اللهم أجرنا منه يا رحمن. اللهم وفقنا لما تحب وترضاه يا رب العالمين. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.